എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി, ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ്, തേർഡ് അലോട്ട്മെൻറ്റ്, മാനേജ്മെൻറ്റ് കോട്ട, കമ്മ്യൂണിറ്റി കോട്ട, സ്പോർട്സ് കോട്ട, അതുപോലെ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളിലായിട്ട് അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികൾക്കുള്ള +1 ക്ലാസ്സുകൾ ഇന്ന് മുതൽ ആരംഭിക്കും. അതായത് ജൂൺ 18-ാം തീയതി മുതൽ ആരംഭിക്കും. അപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ അഡ്മിഷൻ നേടിയിട്ടുണ്ട് എങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ അഡ്മിഷൻ നേടിയിട്ടുള്ള സ്കൂളുകളിൽ ഇന്നു മുതൽ നിങ്ങൾക്ക് ക്ലാസ്സുകളിൽ പങ്കെടുക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്, എനിക്ക് ട്രാൻസ്ഫർ ആഗ്രഹിക്കുന്നുണ്ട്, അങ്ങനെയെങ്കിൽ ഞാൻ പോകണോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ട്രാൻസ്ഫർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ജസ്റ്റ് നിങ്ങൾ പോവുക. അപ്പോൾ എന്താണ് കാരണം ചോദിച്ചാൽ, നിങ്ങൾക്ക് അഥവാ ട്രാൻസ്ഫറിന് അപേക്ഷിച്ച് ട്രാൻസ്ഫർ കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾ അവിടെ തന്നെ പഠിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലാസ്സുകളിൽ പോയിട്ട് അറ്റൻഡ് ചെയ്യാൻ ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ആ ഒരു ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. കാരണം ചില വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ആ ഒരു കോഴ്സ് മതി എന്നൊക്കെ പറയാറുണ്ട്, അതുപോലെ ആ സ്കൂൾ തന്നെ മതി എന്ന് പറയാറുണ്ട്. കാരണം പല വിദ്യാർത്ഥികളും ചിലപ്പോൾ സ്കൂൾ ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെയുള്ള പ്രോബ്ലം ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾ ആ ഒരു സ്കൂളിൽ പോയിട്ട് ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ആ ഒരു സ്കൂൾ തന്നെ മതി എന്നുള്ള രീതിയിൽ അതായത് മുൻ വർഷങ്ങളൊക്കെ പല വിദ്യാർത്ഥികളും പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു സ്കൂൾ താല്പര്യമില്ല, അതായത് ട്രാൻസ്ഫർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ്സുകളിൽ പങ്കെടുക്കാവുന്നതാണ്. കാരണം ചില വിദ്യാർത്ഥികൾക്ക് ചിലപ്പോൾ ക്ലാസ്സിനൊക്കെ പോയിട്ട് കുറച്ച് ദിവസം കഴിയുന്ന സമയത്ത് ആ ഒരു സ്കൂൾ തന്നെ മതിയെന്ന് തോന്നാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് വിദ്യാർത്ഥികളോട് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കോഴ്സാണെങ്കിൽ നിങ്ങൾക്ക് കോഴ്സ് മാറ്റത്തിനായിട്ടുള്ള ട്രാൻസ്ഫറിനായിട്ടുള്ള അപേക്ഷ നിങ്ങൾക്ക് നൽകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിലവിൽ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട സംശയമാണ്, വിദ്യാർത്ഥികൾക്ക് HSCയിലാണ് എനിക്ക് അഡ്മിഷൻ കിട്ടിയത്, അപ്പോൾ എനിക്ക് VHSCയിലേക്ക് മാറാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് VHSCയിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ VHSCയുടെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് നിങ്ങൾ അപേക്ഷിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചില വിദ്യാർത്ഥികളാണെങ്കിൽ VHSCയിലായിരിക്കും അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് HSCയിലേക്ക് മാറാൻ ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ HSCയിലേക്കാണ് മാറാൻ ആഗ്രഹമുള്ളതെങ്കിൽ നിങ്ങൾ HSCയുടെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ അപേക്ഷിച്ചാൽ മതി. അതായത് VHSCയിലേക്ക് മാറണമെങ്കിൽ VHSCയുടെ സപ്ലിമെൻ്ററിക്ക് അപേക്ഷിക്കുക, HSCയിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ HSCയുടെ സപ്ലിമെൻ്ററി അപേക്ഷിക്കുക. ഇപ്പോൾ നിലവിൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ അതുപോലെയുള്ള വിദ്യാർത്ഥികൾക്ക് ഇനി സപ്ലിമെൻ്ററി ഘട്ടത്തിൽ, അതായത് ഇപ്പോൾ നിങ്ങൾ HSCയിലാണ് നിലവിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ചിട്ടുള്ളതെങ്കിൽ HSCയുടെ സപ്ലിമെൻ്റിൽ അപേക്ഷിക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ VHSCയുടെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളാണെങ്കിൽ VHSCയുടെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ അപേക്ഷിക്കാൻ പറ്റത്തില്ല. അതിൻ്റെ ഓപ്പോസിറ്റിലേക്ക് മാത്രമേ അപേക്ഷിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അതായത് HSCയിൽ നിങ്ങൾ നിലവിൽ അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക്, അതുപോലെ VHSCയിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ആ ഒരു വിഭാഗത്തിൽ തന്നെ കോഴ്സ് അല്ലെങ്കിൽ സ്കൂളോ മാറണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ട്രാൻസ്ഫറിന് നിങ്ങൾ അപേക്ഷിക്കുക. അതേസമയം HSCയിൽ ഈ ഒരു അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികൾക്ക് VHSCയിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ VHSCയുടെ ആ ഒരു സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ അപേക്ഷിച്ചാൽ മതി. അതുപോലെ തന്നെ VHSCയിൽ നിന്ന് HSCയിലേക്ക് മാറേണ്ടവർ HSCയുടെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഘട്ടങ്ങളിൽ അപേക്ഷിക്കുക. അപ്പോൾ ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്, നിലവിൽ HSC അല്ലെങ്കിൽ VHSC അഡ്മിഷൻ നേടിയവർക്ക് മാനേജ്മെൻറ്റ് സീറ്റിൽ അഡ്മിഷൻ എടുക്കാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ മാനേജ്മെൻറ്റ് സീറ്റിൽ നിങ്ങൾക്ക് അഡ്മിഷൻ നേടാം, അതുപോലെ കമ്മ്യൂണിറ്റി സീറ്റിലായിരുന്നാലും നിങ്ങൾക്ക് അഡ്മിഷൻ നേടാൻ പറ്റുന്നതാണ്. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, കമ്മ്യൂണിറ്റി കോട്ടയിലോ മാനേജ്മെൻറ്റ് കോട്ടയിലോ ട്രാൻസ്ഫർ ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സുകളിലേക്കായിരിക്കണം നിങ്ങൾ അങ്ങനെ മാറുന്നുണ്ടെങ്കിൽ മാറേണ്ടത്. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ കമ്മ്യൂണിറ്റി കോട്ടയിലോ മാനേജ്മെൻറ്റ് കോട്ടയിലേക്കോ അഡ്മിഷൻ മാറ്റുകയാണെങ്കിൽ നിലവിലെ അഡ്മിഷൻ റദ്ദ് ചെയ്യപ്പെടും. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നീട് ആ ഒരു വിഭാഗത്തിലേക്ക് വീണ്ടും അഡ്മിഷൻ നേടാനുള്ള സൗകര്യം ഉണ്ടാവുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്മ്യൂണിറ്റി കോട്ടയിലോ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് കോട്ടയിലോ നിങ്ങൾ അഡ്മിഷൻ നേടാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സുകളാണ് കിട്ടുന്നതെങ്കിൽ മാത്രം മാറുക. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും ഈ ഒരു +1 ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ്, അതുപോലെ ഇഷ്ടപ്പെട്ട സ്കൂൾ കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾ നന്നായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ നന്നായിട്ട് നല്ല മാർക്ക്, അതായത് പഠിച്ചിട്ട് നല്ല മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം പല വിദ്യാർത്ഥികളും ചിലപ്പോൾ +1 ശേഷം നന്നായിട്ട് പഠിക്കാതെ ഫെയിൽഡ് ആവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ നന്നായിട്ട് പഠിക്കുക, അതുപോലെ തന്നെ ഒട്ടും ടെൻഷൻ അടിക്കാതെ തന്നെ പഠിക്കുക. അതുപോലെ എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ ടീച്ചേഴ്സിനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു സബ്ജക്റ്റിൻ്റെ ആ ഒരു ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പാഠം എടുക്കുന്ന സമയത്ത് എന്തെങ്കിലും ആ ഒരു കാര്യങ്ങൾ മനസ്സിലാവുന്നില്ല എങ്കിൽ കൃത്യമായിട്ട് ടീച്ചേഴ്സിനോട് ചോദിച്ച് മനസ്സിലാക്കി നന്നായിട്ട് പഠിക്കുക. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും മികച്ച ഒരു അധ്യയന വർഷം ആശംസിച്ചു കൊള്ളുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.